കേരളത്തിലെ തൊഴിൽ മേഖല ഏതാനും ആഴ്ചകളായി നേരിടുന്ന ഒരു പ്രതിസന്ധി ആരും ചർച്ച ചെയ്യാതെ പോവുകയാണ്. കേരളത്തിന്റെ തൊഴിൽ മേഖലയിൽ നട്ടെല്ലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ. ഇവരിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാട്ടിൽ പോയ ബംഗാളികളിൽ ഭൂരിഭാഗവും തിരിച്ചെത്തിയിട്ടില്ല. ഇതോടെ വലിയ പ്രതിസന്ധിയാണ് തൊഴിലുടമകൾ നേരിടുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ പൊതുവെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ആരും ശ്രദ്ധിക്കാത്ത ഒരു പ്രതിസന്ധി. കേരളത്തിലെ ഹോട്ടലുകളിലും മറ്റുമൊക്കെ നമ്മുടെ തൊഴിലാളികളിൽ ഏറെ ആശ്രയമായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ. എന്നാൽ അസം ബംഗാൾ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നാട്ടിൽ പോയ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ പലരും ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിസന്ധി പലയിടത്തെയും കച്ചവട സ്ഥാപനങ്ങൾ നേരിടുന്നുണ്ട്. ചിലയിടങ്ങളിൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടിയിടുന്ന സ്ഥിതിയുമുണ്ടായിട്ടുണ്ട്. അത്തരം സ്ഥാപനങ്ങളുടെ സ്ഥിതിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. SIR കൂടി നടപ്പിലാക്കിയ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കിയാണ് കേരളത്തിന്റെ വർത്തമാന തൊഴിൽ മേഖലയിലെ നട്ടെല്ലായ അതിഥി തൊഴിലാളികളിൽ ഭൂരിഭാഗവും ബംഗാളിലേക്ക് വണ്ടി കയറിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും അവരിൽ ഭൂരിഭാഗവും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് തിരിച്ച് വണ്ടി കയറിയിട്ടില്ല. ഇതോടെ ഹോട്ടലുകളും ബേക്കറികളും നിർമ്മാണ മേഖലയും ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖലകളിൽ വലിയ പ്രതിസന്ധിയാണ് തൊഴിലുടമകൾ നേരിടേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബംഗാളിലെ 8 പണിക്കാരുണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരാളെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പോൾ ഒരാളെ തിരിച്ചു വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് സ്ഥാപനം വളരെ അധികം പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പശ്ചിമ ബംഗാളിൽ അധികാരത്തിലെത്തിയ പുതിയ സർക്കാർ സ്വന്തം നാട്ടിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കുമെന്ന ഭയമാണ് 300-ലേറെ കാതം അകലെയുള്ള കേരളത്തിലേക്ക് വരാൻ ബംഗാളികൾ മടിക്കുന്നതിൻ്റെ കാരണമെന്നാണ് തൊഴിലുടമകൾക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് അതിന് റിപ്പോർട്ട് അറിഞ്ഞ് ഇപ്പോൾ BJPയോട് ജയിച്ചപ്പോൾ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ ഭാഗത്തുള്ള എല്ലാ ബിൽഡിങ്ങും പീടികകളും കടകളും അവിടെയൊക്കെ അടിച്ച് പൊളിച്ച് ബുൾഡോസർ വെച്ച് അവിടെ അടിച്ച് പൊളിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാക്കി. അവർക്ക് ഭക്ഷണം വരെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അവിടുത്തെ BJPക്കാർ പറയുന്നത് കേൾക്കുന്നത്. തന്റെ സ്ഥാപനത്തിൽ 6 ബംഗാളികൾ ജോലിക്കുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ആരും തിരിച്ചു വരാതായതോടെ ഉച്ചവരെ കട പ്രവർത്തിപ്പിച്ച് പൂട്ടേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് കോഴിക്കോട് നഗരത്തിലെ ചായക്കട ഉടമ പ്രദീപിന്റെ വാക്കുകൾ. 6 ആൾ നാട്ടിൽ പോയതാ. അപ്പം നാട്ടിൽ പോയതിന് ശേഷം ഇലക്ഷൻ കഴിഞ്ഞാലേ തിരിച്ചു വരുന്നുള്ളൂ. അതിനെക്കൊണ്ട് ഇപ്പം പാത്രം കഴുകൽ മുതൽ എല്ലാ പണികളും എടുക്കുക. ചോറിൻ്റെ കച്ചവടം കഴിഞ്ഞാൽ നിർത്തുക. അപ്പോൾ ഈ മലയാളികളൊക്കെ കിട്ടൂലേ? മലയാളികളൊക്കെ വരും, ഒരു ദിവസം വരും, 5 ദിവസം ലീവാവും. അതന്നെ. കൂടുതൽ ബംഗാളികൾ ഇനിയും കേരളത്തിലെത്തുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് 1 വർഷമായി കോഴിക്കോട് നഗരത്തിൽ ജോലി ചെയ്യുന്ന കൊൽക്കത്ത സ്വദേശി ജുൽ മുഹമ്മദ്. വോട്ട് ചെയ്ത് തിരിച്ചെത്തിയ ചുരുക്കം ചില ബംഗാളികളിൽ ഒരാളാണ് ജുൽ മുഹമ്മദ്. फिलहाल अभी थोड़ा ऐसा चल रहा है तो अभी जो इलेक्शन आया है अच्छा है, सबके लिए अच्छा है, तो हम लोग के लिए भी अच्छा है. अभी नहीं क्यों नहीं आ रहा है वो अभी उधर वोट हुआ है ना, थोड़ा लफड़ा चल रहा है, इसलिए थोड़ा आने के लिए थोड़ा दिक्कत है उन लोगों को. तो दिक्कत सही हो जाएगा तो फिर उन लोग आ जाएगा. इस टाइम और भी आदमी चाहिए और मिलेगा तो अच्छी बात है, कोई प्रॉब्लम. इधर वैकेंसी है, इधर कोई आएगा तो वैकेंसी दे सकता है, कोई प्रॉब्लम नहीं है. ബംഗാളിലെ പുതിയ സർക്കാരിന്റെ നയത്തെക്കുറിച്ചുള്ള ആശങ്കയും എന്തെങ്കിലും സന്നിഗ്ധ ഘട്ടമുണ്ടായാൽ കേരളത്തിൽ നിന്നും നാട്ടിലേക്കെത്താനുള്ള യാത്രാ ദൈർഘ്യവും മടങ്ങിവരവിന് ബംഗാളികളെ പിന്തിരിപ്പിക്കുന്ന പ്രധാന കാരണമാണ്. കേരളത്തിൽ നിന്നും പോയ ബംഗാളികളിൽ കൂടുതൽ പേരും തൊഴിൽ തേടി ആന്ധ്രയിലേക്ക് കൂടുമാറിയിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്നും ബംഗാളിലേക്കെത്താൻ 10 മണിക്കൂർ മാത്രം മതി എന്നതാണ് അതിന്റെ പ്രധാന കാരണം. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ മലയാളി സമൂഹവും സർക്കാരും ഒരുപോലെ ഇടപെടേണ്ടതുണ്ട്. മലയാളിക്ക് ജോലി ചെയ്യാൻ ബംഗാളികളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും ആവശ്യമാണ്. അത് വീണ്ടും തെളിയുകയാണ്. ബംഗാളികളുടെ ക്ഷാമം വലിയൊരു പ്രതിസന്ധിയാണ് എന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.